ആരാണ് ആദ്യം വഴക്കുണ്ടാക്കുന്നത്? എല്ലാത്തിനും വഴക്ക. ഞാൻ എന്തെങ്കിലും പറയും. അടുത്ത യൂട്യൂബ് താരാണ് ഇരിക്കുന്നത്. അടുത്ത 2-3 വർഷത്തേക്ക് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഞങ്ങൾ എന്നെ കണ്ടുവച്ചത്. അത് കഴിയുമ്പോൾ ഞങ്ങൾ അടുത്തതിനെ ഇറങ്ങും. I have the complete list before sunlight. എന്താണിത് എങ്ങോട്ടിത് ആരാണിവൻ ആരാരിവൻ ഇത്തിക്ക് തലയ്ക്ക് സുഖമില്ലേ? എന്തിനാ ഇത്ര ഓവർ ആക്ട്? ആദ്യമായി ഐ ലവ് യു എന്ന് പറഞ്ഞത് ആരാണ്? I love you പറഞ്ഞു. ആ സ്റ്റോറി എങ്ങനെയായിരുന്നു? ആ സ്റ്റോറിയാണ് ഈ സ്റ്റോറി. വീഡിയോയിൽ മാത്രമേ ഉള്ളൂ കാണുന്ന ആ ഒരു ടെററും സൈക്കോ എന്തെങ്കിലും ചെറിയ കാര്യം മതി. ആവേശമാണോ? ഞാൻ ഇടയ്ക്ക് ഇവളോട് പറയാൻ ബിഗ് ബോസ് പോയാൽ കൊള്ളാന്ന് താല്പര്യം. ഒരുപാട് പേര് ഇവിടെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്ന ഒരു സുഖമില്ലാത്ത പോലെ എന്ത് വേറൊരു ആമിയാണ് ഇവിടെ വരുമ്പോൾ കാണും. അപ്പൊ അതിനകത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് റിയൽ ആയിട്ട് എന്താണ് മൊത്തത്തിൽ അറിയാൻ പറ്റും. വാശി കൂടുതൽ ആർക്കാണ്? എന്താ മനപ്പൊരുത്തം? ഇത് മനപ്പൊരുത്തം അല്ലല്ലോ, ഇതൊരു സത്യമല്ലേ. 16 വർഷമായിട്ട് ഞാൻ ഫ്രൂട്ട്സ് കച്ചവടം. ആരോടും അത് ഷെയർ ചെയ്തിട്ടില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. ഇപ്പോഴും നേരിട്ട് കാണുന്നവര് നീ എന്തിനു ഇത് ചെയ്യുന്നു? നിനക്ക് ലക്ഷക്കണക്കിന് രൂപ വരുന്നില്ലേ? ലക്ഷങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. നമ്മളെ കണ്ടന്റ് എന്ന് പറയുന്നത് മന്ദബുദ്ധിയെ മണ്ടത്തരങ്ങൾ കാണിക്കും. ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യൂ? ചെയ്യത്തില്ല. നമ്മൾ അപ്പുക്കുട്ടൻ അതേപോലെ ആക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഹായ് ഹലോ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാളികളുടെ വൈറൽ കപ്പിൾസ് ആണ്. നമ്മുടെ ലേഡി മിസ്റ്റർ ബീനും ഫാമിലിയാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ഇക്ക ഉമ്മ. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിലാണ് നിങ്ങൾ. 1 മില്യൺ ഫാമിലി അച്ചീവ് ചെയ്തപ്പോ എന്ത് നോക്കിക്കാണാൻ അച്ചീവ് ചെയ്ത് അത്ര വലിയൊരു മൈൽ സ്റ്റോൺ അല്ലേ നിങ്ങൾ കവർ ചെയ്തേ? ഇത്ര ഫാമിലി സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ അതൊന്നും സെലിബ്രേറ്റ് അങ്ങനെ ചെയ്തില്ല. ഞങ്ങൾ ഇതുവരെ അങ്ങനെ കാരണം നമ്മൾ 2-3 മാസം വീഡിയോ ഇടാതെ ഇരുന്നായിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മൾ 1 മില്യൺ ആയത് അറിയില്ല. നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. നമ്മൾ പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 1 മില്യൺ കഴിഞ്ഞല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ പിന്നെ 1 മന്ത് കൂടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ വീണ്ടും ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് അത് വലിയ എന്തോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയും പോയി. എന്ത് പറ്റി? ഒരു ലോങ് ഗ്യാപ്പ് എടുത്തല്ലോ. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആമി ഇപ്പം കോസ്മെറ്റോളജി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു ടൈം. വൈകിട്ട് 6 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പിന്നെ വെട്ടക്കുറവ് കാരണം നമ്മൾ എടുക്കില്ല. ഇട്ടേക്ക് നമ്മളെ വീഡിയോ മൊത്തം ഒന്നെങ്കിലും റോഡിലോ പിന്നെ ഇല്ലെങ്കിൽ വീട്ടിൽ എവിടെയാണെങ്കിലും ഇടി നടക്കുന്ന സ്ഥലത്ത് വെട്ടം വേണം. അതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെ നടന്ന് ഇടി നടക്കും. പുറത്തും മിക്ക വീഡിയോസ് എന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ചുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പൊ അത് വെട്ടക്കുറവ് കാരണം പിന്നെ അത് ക്യാൻസൽ ചെയ്യും. വേണ്ടത് കളഞ്ഞേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വീഡിയോ എടുക്കാന്ന് പറയുന്ന ആരായിരിക്കും? അങ്ങനെ വിളിക്കും, അഭിനയിക്കും. എങ്ങനെയാ ഉമ്മ വരുന്നത്? ആദ്യത്തെ കുറെ വീഡിയോസിൽ നമ്മൾ രണ്ടുപേരും പിന്നെ സിസ്റ്ററിന്റെ 2 മക്കളുണ്ടായിരുന്നു. അവർ രണ്ടുപേരായിരുന്നു. അവരെ വെച്ച് നമ്മൾ കുറെ ഓടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇനി ഓടത്തില്ലെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഇനി അടുത്ത ആരെങ്കിലും കയറ്റണമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു കോഴിയെ കൊണ്ടുവന്നായിരുന്നു ഇടയ്ക്ക് വെച്ച്, ചിഞ്ചു എന്ന് പറഞ്ഞു. അത് കുറച്ച് വീഡിയോയില് കോഴി വെച്ച് കുറച്ച് മില്യൺസ് നമ്മൾ വീഡിയോയിലൂടെ അടിച്ചത്. എന്നിട്ട് ആ പിന്നെ ഇനി ചിഞ്ചുവിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ വല്ലതും പറയുന്നു പറഞ്ഞ് കോഴിയെ മാറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെ റൗണ്ട് ചെയ്ത് പിന്നെ ഉമ്മ ആദ്യം തൊട്ടേ വരും. ഇടയ്ക്കുള്ള വീഡിയോകളിലൊക്കെ വരും. പിന്നെ ഇപ്പം മിക്ക എല്ലാ വീഡിയോസിലും ഉമ്മയെ നമ്മള് ഇനി ഉമ്മയാണ് മെയിൻ. ഇനി അത് കഴിഞ്ഞ് മോനുണ്ട്. ഉമ്മ പറയും ഉമ്മ എന്തെങ്കിലും സൈലന്റ് ആയിട്ടിരിക്കണേ? മോൻ വിളിക്കുമ്പോ ഉമ്മ വന്ന് പിന്നെ നില്ലെന്ന് പറയുമ്പോ ഞാൻ ഓടി വന്ന് അടുക്കളയിലൊക്കെ നിൽക്കുന്ന ഞാൻ ഓടി വന്ന് ഇഷ്ടമാണ് അഭിനയിക്കാൻ. അല്ല, മക്കൾക്ക് വേണ്ടി നമ്മളെന്തും ചെയ്യുമല്ലോ. അപ്പൊ അവര് വിളിക്കുമ്പോ പിന്നെ ഞാൻ ഓടി വരും. ഉമ്മ മിക്ക വീഡിയോസിലും കുക്കിംഗ് ഒക്കെ ആയിരിക്കും. അന്നേരം ഞാൻ വിളിക്കും, ടൈമില്ല എപ്പോ പോകും, വെട്ടം ഓടി വാ. ഉമ്മ അവിടെ ഇട്ടോണ്ട് ഓടി വരും. എവിടെ വന്നില്ല. പക്ഷെ ഉമ്മ പിന്നെ പറഞ്ഞ ഉടനെ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. ഉമ്മ അത് ഇതുപോലെ ചെയ്യണേ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാൻ നേരത്തെ ഇങ്ങനെ പറയും. ഉമ്മ ഇങ്ങനെ ചിരിക്കി ആ ഫേസിലും മാറ്റി എക്സ്പ്രഷൻ മാറ്റി. അപ്പൊ പെട്ടെന്ന് ഒറ്റ ഇതിൽ പെട്ടെന്ന് ആക്ട് ചെയ്ത് ഉമ്മ പോവും. അത്രേ ഉള്ളൂ. യൂട്യൂബ് ട്രാൻസിഷൻ വീഡിയോ എന്ന് പറഞ്ഞ പോലെ ഒറ്റയടിക്ക് നമുക്കൊരു ബേബിനെ കിട്ടിയിരിക്കുകയാണ്. ഹായ്. ഇനി അടുത്ത യൂട്യൂബ് താരാണ് ഇരിക്കുന്നത്. ഇറക്കാറായില്ല. ഞങ്ങളൊരു 100 കണ്ടന്റ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഇറക്കാം. 500 വീഡിയോസ് ഇവനെ വെച്ച് ഇനി ഓടിക്കണം. അടുത്ത 2-3 വർഷത്തേക്ക് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഞങ്ങൾ എന്നെ കണ്ടുവച്ചത്. അത് കഴിയുമ്പോൾ ഞങ്ങൾ അടുത്തതിനെ ഇറങ്ങും. എന്തായി കല്യാണത്തിന് ശേഷം പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യുന്നുണ്ട് ഡിസ്റ്റന്റ് ആയിട്ട്. BA ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മേക്കപ്പിൻ്റെ ഈ ഇടയ്ക്കാണ് തീരുമാനിച്ചത് എനിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി. 2 മാസം കൂടെ ഉള്ളൂ ഫിനിഷ് ആവാനായിട്ട്. അതാണ് വീഡിയോസ് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടും അതാണ്. ആ ഒരു ലാഗ് വന്നത്. ക്ലാസ് 3 ഡേയ്സേ ഉള്ളൂ ക്ലാസ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കിട്ടുന്നില്ല. 2ാമത്തെ ഇവൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും വരും കുഞ്ഞ്. എങ്ങനെയാണോ ഉമ്മയും
വൈഫും കൂടി ആയിട്ട് അവരുടെ ഒരു ബോണ്ട് ഇതുവരെ നല്ലതാണ്. ഇനി അങ്ങോട്ട് ഇങ്ങനെ ആവുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതെ അതെ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഉമ്മ സപ്പോർട്ടാണ് പഠിക്കാൻ പോകാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പോകത്തില്ലല്ലോ. ഉമ്മ പിന്നെ അവള് ക്ലാസ്സിൽ പോകുന്ന നേരങ്ങളിൽ ഉമ്മയും ഞാനും കൂടെ, ഞാൻ ജോലിക്ക് പോകാൻ കുറച്ച് പോയിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതുവരെ ഉമ്മ എന്നെ കുഞ്ഞിനെ നോക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല. നമ്മളൊരു മനപ്പൊരുത്തം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. നമുക്കറിയാം ഇവർക്ക് എന്തോരം മനപ്പൊരുത്തം ഉണ്ടെന്ന്. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു പൂ തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇത്തയാണെങ്കിൽ റെഡ് ഫ്ലവർ വെക്കണം, ഇക്കയാണെങ്കിൽ വൈറ്റ് ഫ്ലവർ. സമാധാനം കൂടുതൽ അവിടെയാണെന്ന്. ഇതില് കള്ളക്കളിയില്ല, കൊക്കയടിയില്ല. ആരാണ് ആദ്യം വഴക്കുണ്ടാക്കുന്നത്? എല്ലാത്തിനും വഴക്ക. ഡ്രസ്സിനാണ് മെയിൻ ആയിട്ട് വഴക്കുണ്ടാക്കുന്നത്. എനിക്ക് കൊടുക്കാനൊന്നും ഇല്ലെന്നാണോ? അല്ല, ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതില് ഏത് വേണം, ഇത് രണ്ടില്. ഞാൻ പറയാം അത് മഞ്ഞ എടു, മഞ്ഞ കൊള്ളത്തില്ല, ഇതെടുക്കാം. അത് പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് വേറെ വഴക്കുണ്ടായി കഴിഞ്ഞാലേ ആദ്യം ആ വഴക്ക് സോൾവ് ചെയ്യാതിരുന്ന ആരാ? അയ്യോ ഞാൻ വഴക്കുണ്ടാക്കുന്നത് ഞാനാണ്. ഇല്ല 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 കഴിഞ്ഞ വട്ടം അടിയുണ്ടായിട്ട് ഞാനാണ് പോയി ചിരിച്ചത്. അത് കഴിഞ്ഞൊരു വട്ടല്ലേ, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാനല്ലേ. കഴിഞ്ഞ വട്ടാണ്. ഇല്ലെങ്കിൽ ചെവിയുടെ കീഴിൽ മറ്റേ ചെവിയുടെ കരയുന്നതൊക്കെ കിടന്ന് ചിലച്ചോണ്ടിരിക്കും. അതിനെക്കാട്ടില്ല ഞാൻ വിചാരിച്ച് എന്താന്ന് വെച്ചാൽ പോട്ടെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ആദ്യമായി ഐ ലവ് യു എന്ന് പറഞ്ഞത് ആരാണ്? അല്ലല്ല, ഐ ലവ് യു പറഞ്ഞത്. ആ സ്റ്റോറി എങ്ങനെയായിരുന്നു? സ്റ്റോറി എന്താ, കോളേജിൽ വെച്ച് ലവ് സ്റ്റോറി. ഇങ്ങനെയാണ് പറഞ്ഞ ഐ ലവ് യു. ആ ടൈമിൽ അങ്ങനെയായിരുന്നു, 90s അങ്ങനെയായിരുന്നു. അല്ലല്ല, അതായത് ഞങ്ങൾ ഒരു പാരലൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ +2 ഉണ്ട്, പിന്നെ അല്ല BCom ഡിഗ്രി ഒക്കെ ചെയ്യായിരുന്നു. ഞാൻ ഡിഗ്രി ആയിരുന്നു, +1 +2 ആയിരുന്നു കൊമേഴ്സ്. അങ്ങനെ ഇങ്ങനെ നെറ്റി പിടിച്ചിങ്ങനെ കാണിക്കുന്നതിന്റെ ഇടയിൽ ടൈം പാസിനുള്ള രീതിയിൽ തുടങ്ങി വെച്ചതാണല്ലേ. ഇത് കഴിഞ്ഞിട്ട് ആ സ്റ്റോറി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ റീടേക്കുകൾ കൂടുതൽ എടുക്കുന്നത് ആരാണ്? തോന്നുകൽ പഞ്ചായത്തിലെ ഓരോ ലാസ്റ്റ് ഞാൻ പറയാം, അത് ഞാൻ ക്യാൻസൽ ചെയ്ത് ഞാൻ വേറെ വീഡിയോ എടുക്കാം. അതാ അഭിനയിച്ച് ശരിയായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ മതി എടുക്കണം. അത് ഓക്കെയാണ്. എനിക്ക് അടുത്ത ചെയ്യുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് വരും, അടുത്ത ഞാൻ ശരിയാക്കും, വേണ്ട ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. വീഡിയോസ് എടുക്കാൻ ആർക്കാണ് മടി? എല്ലാത്തിനും ഉത്തരം ഞാനാണെന്ന്. എനിക്ക് മൂഡ് വരട്ടെ, അപ്പൊ ഞാൻ അഭിനയിക്കാം. അതിനായിട്ടൊരു ടൈം എടുക്കും. പുറത്തേക്ക് പോകാൻ നേരം ആദ്യം ആരാണ് ഒരുങ്ങി വരുന്നത്? അത് ഞാൻ. ഞാനും ഒരുങ്ങാറുണ്ടല്ലോ. ആദ്യം വരണം, ആദ്യം. ആദ്യം ഞാനാ. കാരണം അവർക്ക് ഒരുങ്ങാനൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം അവർക്ക് അത് എടുത്തിട്ടാ നമുക്കല്ലേ ഒരുങ്ങാൻ. പൗഡർ പോലും ഇല്ല. പച്ചയായ മനുഷ്യൻ, കണ്ടോ മുടിയിലൊന്നും തേച്ചിട്ടില്ല, പച്ചയായ മനുഷ്യൻ. ഒറിജിനൽ ബ്യൂട്ടി ആണ്. തോണ്ടി എടുത്ത് നോക്കും, മൂത്തുന്നു ഇല്ല. 1.5 കിലോ പ്രൂഫ് കാണിച്ചു തന്നു, തുടച്ചു കാണിച്ചു. വാശി കൂടുതൽ ആർക്കാണ്? അതും എനിക്കാണെന്ന്. എന്താ മനപ്പൊരുത്തം? ഇത് മനപ്പൊരുത്തം അല്ലല്ലോ, ഇതൊരു സത്യമല്ലേ. ചോദിക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞാൽ മതിയല്ലോ, മനപ്പൊരുത്തം അല്ല അത്. ഇങ്ങനെയാണ് ഞാൻ കളിക്കുക. ഞാൻ മണലൂറ്റാൻ പോകും. ആർക്കാണ് വാശി കൂടുതൽ? അത് പറഞ്ഞല്ലേ, എല്ലാം ഇവക്കാണുള്ളത്. ഇതിൽ ആരാ ഫുഡി? ഫുഡി രണ്ടുപേരും കഴിക്കും. പക്ഷെ ഞാൻ കഴിക്കുന്നത് നോർമലായിട്ട് എല്ലാവരും കഴിക്കുന്ന ഫുഡുകൾ കഴിക്കും. പക്ഷെ ആമി ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡുകൾ, വെറൈറ്റി ആയിട്ട് നമ്മളത് കഴിച്ചിട്ടുള്ളല്ലേ, വെറൈറ്റി എന്ത് കഴിക്കാം. അപ്പൊ ഇത്രയാണ് ഫുഡി. അങ്ങനെ നമ്മുടെ ഈ റൗണ്ട് കഴിഞ്ഞപ്പോ ആമി ജയിച്ചു. ആരാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്നത്? അത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല, എനിക്ക് തന്നെ വേണം. പക്ഷെ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 തൊട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് വരുമല്ലോ, ആ ഒരു ടൈം തൊട്ട് പല രീതിയിലാണ് നമ്മളെ എക്സ്പ്രഷൻസ്. ആദ്യമൊക്കെ നോർമൽ വീഡിയോ ആയിരുന്നു,
പിന്നെ നമ്മൾ ഒരു ചേഞ്ച് ഇടയ്ക്ക് വെച്ച് കൊണ്ടുവന്നു. അത് ഏതൊരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഏതോ ചാപ്ലിൻ കയറി വന്നു, ഒരു നടത്തയിൽ വന്നു. അപ്പം അതിന്റെ കമന്റ് മൊത്തം ഇങ്ങനെയായിരുന്നു, ചാപ്ലിൻ ചാപ്ലിൻ ചാപ്ലിൻ. അപ്പൊ നമ്മള് അത് പിടിച്ച് ഇങ്ങനെ കുറെ നാൾ പോയി. അത് പിന്നെ ചാപ്ലിനും മിസ്റ്റർ ബീനും ഒക്കെ ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർ പിന്നെ അത് മൊത്തം പറയാൻ തുടങ്ങി, മിസ്റ്റർ ബീന് ചാപ്ലിന് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് വേറെ ക്യാബിലെയും ഇങ്ങനെ ഓരോരോ എക്സ്പ്രഷൻ ഇങ്ങനെ ഇപ്പൊ മാറി വീണ്ടും നോർമലിലോട്ട് വന്നു. ഇനി വേറെ ആരെങ്കിലും കിട്ടുമ്പോൾ അങ്ങോട്ട് കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു മിസ്റ്റർ ബീൻ ടച്ച് അല്ലേ പിടിക്കുന്നേ. അതെനിക്ക് ഇഷ്ടമാണ്. നോർമലി ആക്ട് ചെയ്താൽ അത് വരും. ആമിക്ക് എങ്ങനെയാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നും കണ്ടന്റ് ഇടാമെന്നും പറഞ്ഞ ആരാണ് ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്? എനിക്ക് ചാനൽ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കപ്പിൾ ചാനൽ ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തു. പിന്നെ വ്ളോഗ് ചെയ്തു. വ്ളോഗായിരുന്നു, ഡെയിലി വ്ളോഗ്, ഫാമിലി വ്ളോഗ്. അതിന് 30-20 വ്യൂസ് ഒക്കെ ആയി. കുറെ നാള് 10-70 വീഡിയോകൾ ഇട്ടായിരുന്നു. ഇട്ടപ്പോഴത്തേക്ക് നമ്മൾ നിർത്തി. അത് കാരണം ഇനി അത് വലുതായിട്ട് ഇല്ല, ഓടുന്നില്ല. എല്ലാവരും ആ ഒരു കാറ്റഗറി ചെയ്ത് വെക്കുന്നു. പിന്നെ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത്, പിന്നെ റീൽസ്, പിന്നെ യൂട്യൂബിൽ ഷോർട്സ്, റീൽസിലൊക്കെ. അപ്പൊ നമുക്ക് ചോദിച്ചു അന്ന് അത് നമുക്ക് ഷോർട്സ് ഒക്കെ അന്നേരം ഒന്ന് റെഡി ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു അത് ചെയ്യാന്ന് പറഞ്ഞ തുടങ്ങി. കല്യാണത്തിന് മുൻപേ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി. ഇപ്പൊ നല്ലൊരു ഹിറ്റായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ കുറച്ച് കമന്റ് കണ്ടു. ഇപ്പൊ 99 പേര് എത്ര നല്ലത് പറഞ്ഞാലും ഒരാളുണ്ടാവുമല്ലോ ഒരു നെഗറ്റീവ് പറയാനായിട്ട്. ഇത്തേക്ക് തലയ്ക്ക് സുഖമില്ലേ, എന്തിനാ ഇത്ര ഓവർ എന്തിനാ ഇത്ര ഓവർ ആക്ടിങ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാർ വിചാരിക്കുന്ന ഈ റീലിൽ കാണുന്നതാണ് റിയൽ ലൈഫിലും ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു മന്ദബുദ്ധികളെ എന്തോ മണ്ടത്തരങ്ങൾ കാണിക്കും. ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ? ചെയ്യത്തില്ല. അപ്പൊ നമ്മള് മണ്ടത്തരം കാണിക്കണമെങ്കിൽ എന്താ വേണം? ബുദ്ധി ഇല്ലാത്ത കണക്ക് ആവണം. നമ്മൾ അപ്പുക്കുട്ടൻ, ഹരിഹരനായിട്ടുള്ള അപ്പുക്കുട്ടൻ എന്തുവാ കാണിക്കുന്നത്? അത്രേ ഉള്ളൂ, ഉദ്ദേശിച്ചോളൂ. അതേപോലെ ആക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കാരണം അതിനകത്ത് പിന്നെ ഈ ചിലര് കല്യാണത്തിനൊക്കെ മുമ്പ് ചിലരൊക്കെ വന്നിട്ട് ചോദിക്കും, യഥാർത്ഥത്തിൽ ആദ്യം നോക്കിക്കോട്ടെ ഈ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഞങ്ങൾ പറയാം എന്ത് കുഴപ്പമോ, മനസ്സിലായി? ഒരുപാട് പേരങ്ങനെ ചോദിക്കും. നമുക്ക് ചിലവരോട് നമ്മൾ പറയും, നിങ്ങൾ ഈ റീലിൽ കാണുന്നത് റിയൽ ലൈഫിലും അതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ ചിലവർ അതില് എന്താ അവരോട് എന്തോ പറയാനാ, എന്തോ പറഞ്ഞാലും അവര് പറയും, എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ബോഡി ഷേമിംഗ് നടത്തുന്ന ഒരു ഇടയ്ക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നല്ലോ. ഇപ്പൊ ഇല്ല ആദ്യം അങ്ങനെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അല്ലേ? കാണുന്നേ ഇല്ല. റിയൽ ലൈഫിൽ എന്താണ്? ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? വേറെ ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ കൊണ്ടുപോകുന്നത് അല്ലേ? ജോലി ചെയ്ത് വൈകിട്ട് ഇല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു 4 മണി 3 മണി ആ ഒരു ടൈമിലായിരിക്കും വീഡിയോ. എന്ത് ചെയ്യണം അപ്പൊ? ഞാൻ ഫ്രൂട്ട്സ് 10-16 വർഷമായിട്ട് ഞാൻ ഫ്രൂട്ട്സ് വെച്ചോളാം. ആണല്ലേ? ഫ്രൂട്ട്സ് ഒരു സ്റ്റോളിൽ കൊല്ലത്ത് വർക്ക് ചെയ്യുക. എന്നെ മിക്കവരും അവിടെ വെച്ച് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ചോദിക്കുക എന്തുകൊണ്ട് അത് പറയുന്നില്ല വീഡിയോയിൽ എന്നൊക്കെ. നമ്മൾ ആരോടും അത് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന എനിക്ക് വേറെ ജോലിയുണ്ട്, അതാണ് എൻ്റെ പ്രധാന അല്ല യൂട്യൂബ് അല്ല. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് ഇപ്പോഴും നേരിട്ട് കാണുന്നവര് നീ എന്തിനു ഇത് ചെയ്യുന്നു, നിനക്ക് ലക്ഷക്കണക്കിന് രൂപ വരുന്നില്ലേ, നീ അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലക്ഷങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ ലക്ഷങ്ങൾ വരാറുണ്ടോ? ഈ ലക്ഷങ്ങളെ കണക്കുണ്ടല്ലോ അത് ഇല്ല, മനസ്സിലായി? അതില്ല. അങ്ങനെ കിട്ടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് എല്ലാ മേഖലയിലും. പിന്നെ അങ്ങനെ വലിയ തോതിൽ പൈസ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ വേറെ ജോലി ചെയ്തിട്ട് വന്നിട്ട് ചെറിയ വീഡിയോസ്, അതുകൊണ്ട് നമ്മൾ വ്ളോഗ് പോലും എടുക്കാത്തത്. പക്ഷേ ഇത് യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല രീതിയിലും പുറത്തിറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരാധക വൃത്തം കുവിഞ്ഞുകൂടുന്ന അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് പലരും പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുന്നില്ല, നീ എന്തിനാ ഇവിടെ വന്ന് ഇത് ചെയ്യുന്ന? ഞാൻ ഒരു സ്റ്റോളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ പോയി അവിടെ ഇരുന്ന് വെയിലത്ത് നിന്നായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ചിലരൊക്കെ വന്നിട്ട് സ്റ്റോളിൽ സാധനം വാങ്ങാൻ വരുമ്പോഴത്തേക്ക് ഇത് അപ്പം നീ എന്തിനാ ചെയ്യുന്നത്, നിനക്ക് യൂട്യൂബിൽ അവര് തെറ്റിദ്ധാരണയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു 20,000 രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരാൾ എന്ത് ചെയ്യും? ഇപ്പൊ 20,000 രൂപ വരും. നമുക്ക് പുറത്ത് ഒരു ക്രിയേറ്റർ മീറ്റപ്പിന് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകണം. നമുക്കൊരു വണ്ടി എടുക്കാം, ഒരു കാർ എടുക്കാം, ഒരു 10,000 രൂപ CC അടയ്ക്കാം, ഒരു 10,000 രൂപ ലോൺ അടയ്ക്കാം. പക്ഷെ എന്തുമായിരിക്കും തമ്പനിയിൽ വരുന്നത്? എന്തുമായിരിക്കും? യൂട്യൂബ് റവന്യൂ കൊണ്ട് 15 ലക്ഷം രൂപയുടെ കാർ വാങ്ങി, 50 ലക്ഷം രൂപയുടെ വീട് വാങ്ങി, ഇതായിരിക്കും വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പുറമേ നിന്നുള്ളവരെന്താ ചിന്തിക്കും, എന്താടാ ലക്ഷങ്ങൾ വന്ന് മറിയുന്നതോ അത് നോക്കി. അതാണ് ആ ഒരു കാര്യം കൊണ്ട് മാത്രം പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് ഇപ്പം
ഈ അടുത്തിടയ്ക്ക് എൻ്റെ മോനെ പിന്നെ ഹോസ്പിറ്റലിൽ കൈ ഇത് കണക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരും, കുഴ തെറ്റും. ഇതാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റൽ കൊല്ലത്ത് അവിടെ പോയായിരുന്നു. പോയപ്പോഴത്തേക്ക് ഇത് കണക്ക് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാളൊരു ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവുക വിക്ടോറിയ നീ എന്തിനടി അവിടെ പോകുന്നു, നിനക്ക് ലക്ഷ്യങ്ങൾ കിട്ടുന്നില്ല, നീ എന്ത് ഈ ഒരു തെറ്റിദ്ധാരണയായിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇനി ആരും ചോദിക്കരുത് ലക്ഷ്യങ്ങളുടെ കണക്ക്. അതുകൊണ്ട് പ്രേക്ഷകരെ ഇനി ഒരിക്കലും ചോദിക്കരുത്. ഗെയിം നമ്പർ 2 ഡംഷ്രാറ്റ്സ് കളിച്ചാലോ? ആദ്യം തന്നെ നമുക്ക് ഇവരെ പിരിക്കാം. ഞാൻ വന്നപ്പോ ഇതാ ചിന്ത. ആദ്യം നമുക്ക് ഐശ്വര്യമായിട്ട് ഇക്കന്ന് തുടങ്ങാം. അപ്പൊ ഇക്ക ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് വരാം. മനസ്സിലാക്കും. ഐ ഹാവ് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ സൺലൈറ്റ്. ഒച്ചത്തിൽ വായിക്കരുത്. ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. ഞാൻ എന്തെങ്കിലും പറയും. താലിയ അല്ല മാല, മണി മണി. ഇതെന്തോന്നാ? ഇത് രോമം. ഉണ്ടയാ? മാങ്ങ. തിന്നാൻ എന്തെങ്കിലും തരുമെന്ന്. ഫ്രൂട്ട്സ് ആണോ? ഫ്രൂട്ട്സ് അല്ല, ഞാൻ കഴിക്കുന്നതാണോ? ഇവന് കഴിക്കാൻ കൊടുക്കുവോ? അച്ഛൻ എന്താ കാണിക്കുന്നേന്ന് അതൊഴിച്ചെല്ലാം പറഞ്ഞു. ഇങ്ങനെ നടക്കുന്ന താറാവ്. അടുത്തെത്തി എത്തി. സത്യം പറയട്ടെ, എനിക്ക് ആ പടം ഏതാന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് എവർഗ്രീൻ മൂവി. ഈ മുട്ടയായിരുന്നു നെഞ്ചത്തുനിന്ന് എടുത്തത്. നീ ഡെയിലി തിന്നു എന്നിട്ട് നീ എല്ലാം പറഞ്ഞു, അത് മാത്രം പറയത്തില്ല. ഭയങ്കര കഴിവാ. എനിക്ക് വയ്യനാ നിർത്തും. അർഷു അറിയാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ദിഗംബര്. ദിഗംബറിന്റെ വേറെ രൂപമാ. കണ്ണാടി, കണ്ണാടിക്ക് വേറെ വാൽക്കണ്ണാടിയാണ്. ചിന്തിച്ചൂടെ നിനക്ക്? കണ്ണാടി എന്ന് പറഞ്ഞല്ലോ. കണ്ണാടി വെക്കുന്ന പടങ്ങൾ എത്ര പേര് കണ്ണാടി വെച്ച് അഭിനയിക്കുന്നത്? പച്ചക്കുതിര. നീ പറഞ്ഞ കമന്റ് ഇതെന്താ പച്ചക്കുതിരി? എളുപ്പമുള്ളത് ആ തുടങ്ങിയോ. വിമാനം. ഒരു സീൻ കാണിച്ചു തരാം, അത് കാണുമ്പോഴെങ്കിലും നിനക്ക് ആ മനസ്സിലാവും. സിനിമയിലെ സീൻ കാണിച്ചു തരാന്നാണ്. എവിടെയോ അയ്യോ നല്ല പരിചയം ഉണ്ടല്ല. CID മൂസയാണോ? അല്ല, ഇത് ഇങ്ങനെ പോകുന്നോണ്ട് ഞാൻ വിചാരിച്ചു സലികുമാർ മിണ്ടല്ലേ. ഒരുപാട് വട്ടം നീ അതിലെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? ദിലീപിന്റെ പടമാണോ? എനിക്ക് ഇത്രയും ബുദ്ധിയില്ലെന്ന് ഞാൻ ഇപ്പഴാ തിരിച്ചറിയുന്നത്. ഈ പറക്കും തളിയ അതിലെ സീനല്ലേ നീ എപ്പോഴും പറഞ്ഞില്ലേ ചായ ബജി? അത് പോയി. അപ്പൊ 2 മാർക്ക്. 2 പോയിന്റ്. ഒറ്റ സീനേ കാണിക്കത്തുള്ളൂ. ഇതൊക്കെ ദിലീപിന്റെ പടം ഇപ്പം മാറ്റും. ഓ ഒറ്റ സീൻ പറഞ്ഞുതരാ പടത്തില്. ഓക്കെ അപ്പൊ 5 മൂവി ചോദിച്ചതിൽ 4 എണ്ണം കറക്റ്റ് ആയിട്ട്. തുടങ്ങാം. ഓക്കെ അല്ലേ? പുലിവാൽ കല്യാണം. ഇതെന്തേത്? അതെ കറക്റ്റ് അതെ എക്സാക്ട് അതാ. മാല. അപ്പൊ അതിന്റെ മാല വിഴുങ്ങുന്ന ഒരു പടമുണ്ട്, അതായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അവന് കള്ളനായിട്ടുള്ള നമുക്കറിയണ്ടേ. സുരാജും. അതെ. അയ്യോ തൊണ്ടി മുതലും. നമ്മളിപ്പോ 2 മൂവി ചോദിച്ചു, 2 പോയിന്റും കിട്ടി. ആരെങ്കിലും ഒരാൾ ജയിക്കണമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ പടം ഭീഷ്മ പറഞ്ഞു. ലേറ്റസ്റ്റ് പടമല്ലേ? മമ്മൂട്ടിയുടെ പഴയ പടം അല്ലേ? ഉണ്ട അങ്ങനെ. നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മമ്മൂട്ടിയുടെ ഇപ്പൊ ഇറങ്ങിയത്. മമ്മൂട്ടിയുടെ ഇപ്പൊ ഇറങ്ങിയ പടമല്ല. ഇത്ര ക്ലൂ ഡംസ്റ്ററാട്സിൽ ആദ്യമായിരിക്കും ഒരാൾ കൊടുക്കണ കേട്ടാ. ഇതിലും നല്ലത് നിറ്റായിരുന്നു കേട്ടോ. തോറ്റ് പറഞ്ഞു. അമരമാണ് ഇത്. എങ്ങനെ പറയുന്നത്?
അമരൻ അറിയില്ലേ? അമരനും അമരവുമായിട്ട് മാച്ച് ഉണ്ട്. അമരനാണല്ലോ, അതെ അമരനാണല്ലോ അമരം. മൂന്നാമത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ രണ്ടുപേരും പറഞ്ഞില്ല. ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ. രോമാഞ്ചം. ആ നീ സിമ്പിള്. മണി മണി മണിക്കില് മണിച്ചിത്രത്താഴ്. അങ്ങനെ രണ്ടുപേരും. അമരൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇക്ക ജയിച്ചാനെ. അപ്പൊ രണ്ടുപേരും ഒരേപോലെ വിജയിച്ചിരിക്കുന്നു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇടയ്ക്ക് വെച്ച് ഒരു പിന്നെ എന്തോ ഒന്ന് രണ്ട് പേര് ഇത് കണക്ക് മറ്റേ ഓഡീഷൻ വിളിച്ചായിരുന്നു. പിന്നെ അത് എന്നിട്ട് അവർ പറഞ്ഞു പിന്നീട് വിളിക്കാന്ന് പറഞ്ഞു, കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നീട് ഒന്നും ആയില്ല. എന്തായാലും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ബയോഡേറ്റ് ഇട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രൊഡക്ഷൻ കൺട്രോളറാന്നാ പറഞ്ഞത്. താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ആമിക്കാണ്. എന്നിട്ട് എന്നാ എൻ്റെ ആക്ടിങ് ഊളത്തരാന്ന് അവർക്കറിയാം. എന്നെ പരിസരത്തോട്ട് അടുപ്പിക്കത്തില്ല. ഒക്കെ സ്വന്തമായിട്ട് പറയാം, എനിക്ക് ഫാൻസ് ഒന്നും ഇല്ല. സിനിമയിൽ പോകുന്നതിനെക്കാട്ടി കൂടുതൽ ബിഗ് ബോസ് പോയാൽ കൊള്ളാം എനിക്ക് താല്പര്യം. അല്ല, ഞാൻ ഇടയ്ക്ക് ഇവളോട് പറയാം, നമ്മളെ ആഗ്രഹങ്ങൾ പറയാമല്ലോ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം, ഒരുപാട് പേര് ഇവിടെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്ന ഒരു, ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചില്ലേ, സുഖമില്ലാത്ത പോലെ വേറൊരു ആമിയാണ് ഇവിടെ വരുമ്പോൾ കാണും. അപ്പൊ അതിനകത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് റിയൽ ആയിട്ട് എന്താണെന്ന് ഒരാളുടെ ഫുള്ള് മൊത്തത്തിൽ അറിയാൻ പറ്റും ജനങ്ങൾക്ക്. എന്താണ് റിയൽ ആയിട്ട് ഇതാണോ അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, നീ വല്ല അതിനകത്ത് പോയാൽ ആൾക്കാർ ഓടിക്കും. പരസ്പരം പറഞ്ഞിട്ടുള്ളത് കാര്യം, നീ അവിടെ പോയി 2 ദിവസം കരഞ്ഞിട്ട് എനിക്ക് ബിഗ് ബോസിനെ തുറന്നു വിടുവോ? അല്ല, ചെറിയ കാര്യങ്ങൾക്കൊക്കെ കരയും. അപ്പൊ ഞാൻ പറയും, വീഡിയോയിൽ മാത്രമേ ഉള്ളൂ കാണുന്ന ആ ഒരു ടെററും സൈക്കോ അല്ലേ. യഥാർത്ഥത്തിൽ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യം മതി. ഉള്ളു ശുദ്ധമായിട്ടാന്ന് പറയും പണ്ടത്തെ ആൾക്കാരില്. ഞാൻ ഏതെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും പറഞ്ഞാലും അപ്പോഴേ മനസ്സിലായേ പെട്ടെന്ന് കരയും. ഒരു സൈലന്റ് ആയിരിക്കും. കരച്ചിലും കൂടി ഒരുമിച്ച് വരുന്നില്ലേ? ഇത്താ ബിഗ് ബോസിൽ പോയാൽ കപ്പടിച്ചിട്ട് വരണം. കപ്പ് കിട്ടത്തില്ല. അവിടുത്തെ ഏതെങ്കിലും കപ്പ പുഴുങ്ങിയത് തിന്നിട്ട് വരും. അത് മാത്രമല്ല, എന്തെങ്കിലും ജീവികളൊക്കെ കണ്ടാൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. പാമ്പിനെയൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും? അമ്മോ ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് അവിടെ ഇങ്ങനെ ചത്തണക്ക് നിൽക്കും. ഇനി എന്താണ് ലൈഫിൽ ഒരു വലിയ എയിം എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുന്നത്? ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. മെയിൻ ആയിട്ട് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ആയിട്ട് എന്തെങ്കിലും ഫണ്ണായിട്ട് അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോകുന്നേ ഉള്ളൂ. ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരുന്നത്. അതുകൊണ്ട് ഉമ്മാക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അഭിനയിക്കാനേ അറിയുള്ളൂ അല്ലേ? അപ്പൊ ഞങ്ങളെ ഉമ്മയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ. അപ്പൊ ആരും കണ്ടിട്ടില്ലല്ലോ. ഉമ്മ വലുതായിട്ടൊന്നും സംസാരിച്ചില്ല. ഉമ്മക്ക് സംസാരിക്കാനൊന്നുമില്ല. മോന്റെ ഇഷ്ടമാണ്, ഉമ്മയുടെ ഇഷ്ടം. പിന്നെ മോൻ എന്ത് പറഞ്ഞാലും അതേപോലെ ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും അങ്ങനെ ഒന്നും ഇല്ലല്ലേ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നടക്കട്ടെ. എൻ്റെ വിധ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. ബൈ 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 ബൈ.